പാവപ്പെട്ടവനെന്ത് ചെയ്തിരിക്കണം? പാവപ്പെട്ടവനൊന്നുമില്ല ഇവിടെ. പത്രക്കാരിങ്ങനെ ഇറങ്ങി ഇതെല്ലാം നടത്തിയിട്ട് എന്നാ അവരതിന്റെ പുറകെ ബാക്കിയുള്ള നടപടിയൊന്നും എടുക്കണ്ടേ? ഒന്നും രക്ഷയില്ല. അതിനുള്ള മറുപടി അടുത്ത ഇലക്ഷന് നമ്മുടെ ചെറുപ്പക്കാർ കൊടുക്കും, പ്രായ ആൾക്കാരല്ല, പുതിയ ന്യൂ ജനറേഷൻ. അവര് വേണ്ടാതായി. കാരണം ഇതെല്ലാം അവസാനം കച്ചവടത്തിലേക്ക് പോയി. പക്കാ കച്ചവടം. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 85-90കളിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. മലയാളികൾ വാർത്ത കാണുമായിരുന്നു. ആ വാർത്തകൾ നമ്മൾ വീട്ടിൽ ചിന്തിക്കും, സംസാരിക്കും. അതിനൊരു ഉത്തരമുണ്ട്. അന്നത്തെ എല്ലാ വാർത്തകൾക്കും ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതിനൊരു പരിഹാരമുണ്ടായിരുന്നു. സമൂഹത്തിന് പ്രയോജനം ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്നോ അതിന് വിഭിന്നമായി രാഷ്ട്രീയ ചർച്ചകളും പല ചർച്ചകളും നടക്കുമെങ്കിലും അതിനകത്ത് കംപ്ലീറ്റും ബിസിനസ് ആണെന്നുള്ള രീതിയിൽ ഇന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ജനത്തിന് പ്രയോജനം ചെയ്യുന്ന ഒന്നുമില്ല, കൺക്ലൂഷൻ ഒന്നുമില്ല, ഒന്നിനും പരിഹാരം കാണുന്നില്ല. ഇത് ശരിയാണോ? നമ്മളൊരു ന്യൂസ് ചെയ്യുകയാണെങ്കിൽ ജനത്തിനും സമൂഹത്തിനും അത് പ്രയോജനം ചെയ്യണം. പ്രത്യേകിച്ച് പാവപ്പെട്ടവന് അത് പ്രയോജനം ചെയ്തിരിക്കണം. അല്ലാതെ എന്ത് ന്യൂസ്? ഈ കാര്യം നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്. എന്റെ അഭിപ്രായം പറഞ്ഞത് ന്യൂസ് ചാനലൊന്നും വലിയ ഒരു ഇത് തോന്നണില്ല. പഴയ ഒരു ഇതൊന്നും കാണില്ല. ചേച്ചിയാട്ടിയുള്ള ഇതൊക്കെയാണ് കാണുന്നത്. വലിയപ്പോ പഴയതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പൊ ഒരു സാധുവിന്റെ ഒരു നീതി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ നീതി, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ വളരെ വിഷമിക്കുന്ന ഒരു ജനത്തിന്റെ ഒരു നീതി അത് കാണാൻ പറ്റുന്നുണ്ട്. ഇളക്കി മറിച്ച് വേറൊന്നിലേക്ക് ചാഞ്ചാടി പോകല്ലാതെ പല ചാനലിലും പല സെക്ഷനായിട്ടാണ് കാണിക്കുന്നത്. അല്ലാണ്ട് ഒരു ചാനലിലും ഒരു ഇത് മാത്രമല്ല കാണിക്കുന്നത്. ജനത്തിന് പ്രയോജനം എന്തെങ്കിലും കാണുന്നത്? സാധാരണ പാവപ്പെട്ടവന് പാവപ്പെട്ടവൻ എന്ത് ചെയ്തിരിക്കണം? പാവപ്പെട്ടവനൊന്നുമില്ല ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞ ചാനലെല്ലാം വെറുതെയാണ്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ പിടിച്ച് തൂങ്ങുന്നു. അപ്പൊ അടുത്ത വിഷയം കിട്ടുമ്പോ അത് മറന്നു പോകുന്നു. അടുത്ത വിഷയം കിട്ടുമ്പോ ആദ്യത്തെ വിഷയത്തിനൊരു മറുപടിയില്ല. പിന്നെ അത് മലയാളികളെ മണ്ടന്മാരാക്കുന്ന ചാനലുകളാണ് എല്ലാം. അതെ, ഒരു പ്രശ്നം കഴിയുമ്പോ അത് കണ്ടുകഴിയുമ്പോ അടുത്ത പ്രശ്നം വരെയാണ്. അത് സർക്കാരും അങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ പോലീസ് പ്രശ്നങ്ങളൊക്കെ വന്ന് എന്തെങ്കിലും വല്ല നടപടിയുണ്ട്? ആ ഒരു പാവം മനുഷ്യൻ, അത് ഏത് പാർട്ടിക്കാരാകട്ടെ, ഒരു പാവത്തിനിട്ട് തല്ലി ഇടിച്ചു വെച്ച് അത് വീഡിയോ നമ്മുടെ വിവരാവകാശം വെച്ച് എടുത്ത് ഇതെല്ലാം കണ്ടിട്ടും എന്തെങ്കിലും മുഖ്യമന്ത്രി വല്ലതും മനങ്ങണ്ട. നമ്മൊരു പാർട്ടി രാഷ്ട്രീയം വെച്ച് പറയണല്ല അല്ലേ? അതൊക്കെ ഒരു മോശം പരിപാടിയാണ്. പത്രക്കാരിങ്ങനെ ഇറങ്ങി ഇതെല്ലാം നടത്തിയിട്ട് എന്നാ അവരതിന്റെ പുറകെ ബാക്കിയുള്ള നടപടിയൊന്നും എടുക്കണ്ടേ? ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും. വേറെ അടുത്ത കിട്ടുമ്പോ പിന്നെ അതിന്റെ പുറകെ ചാനലൊക്കെ ആകുമ്പോ സർക്കാരിന്റെ വെച്ച ഇത് ഗുണമുണ്ട്. അവർക്ക് പരസ്യവും കാര്യം നടക്കൂല. സർക്കാരിന്റെ മോശം കാര്യങ്ങൾ അവർ കാണിക്കൂല. പറഞ്ഞല്ലോ, ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാര്യത്തിന് ഒരു പരിഹാരമില്ലല്ലോ, ഒരു കൺക്ലൂഷൻ ഇല്ലല്ലോ. അനവധി വാർത്തകൾ കൈകാര്യം ചെയ്യുന്നു, ഒന്നിലധികം വാർത്തകൾ നമ്മുടെ മുന്നിൽ കൂടെ ഓടി കളിക്കുന്നു. പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം, ഇതിനെന്തെങ്കിലും ഒരു വിജയം, അല്ലെങ്കിൽ ആ പ്രശ്നം അനുഭവിക്കുന്നതിന് എന്തെങ്കിലും നേട്ടം എന്തെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഒന്നും രക്ഷയില്ല. അതിനുള്ള മറുപടി അടുത്ത ഇലക്ഷന് നമ്മുടെ ചെറുപ്പക്കാർ കൊടുക്കും, പ്രായ ആൾക്കാരല്ല, പുതിയ ന്യൂ ജനറേഷൻ. അവരതിന് മറുപടി കൊടുക്കും. അതാ നമുക്ക് പറയാനുള്ളൂ. രാഷ്ട്രീയക്കാരെ തന്നെ നിൽക്കും. ഇതിന് നിഷ്പക്ഷമായിട്ട് കുറച്ച് പേരുണ്ടല്ലോ, അവരാണ് ഇതിന് മറുപടി കൊടുക്കാനുള്ളത്. അവരിത് കണ്ടോണ്ടിരിക്കണല്ലോ. ഇതൊക്കെ ഒരു രാഷ്ട്രീയമൊക്കെ വേണം, എല്ലാവരും വേണം. എന്റർടൈൻമെന്റ് ചാനൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കുടുംബമായിട്ട് കാണാൻ പറ്റിയപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ കുടുംബമായിട്ട് നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനോ നമുക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള എന്റർടൈൻമെന്റ് ചാനൽ ഇന്ന് മലയാളത്തിലുണ്ടോ? അങ്ങനെ അധികം എന്റർടൈൻമെന്റ് ആയിട്ട് അങ്ങനെ അധികം കാണാറില്ല. ഒന്നാമത്തെ ഞങ്ങളൊക്കെ ജോലി സമയം കുറവാണ് ഇതൊക്കെ കാണാനായിട്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം വാർത്ത വല്ലതൊക്കെ കാണുന്നല്ലാണ്ട്. ഇതെല്ലാം മാറ്റി യൂട്യൂബ് ചാനലുകൾ കൂടുതൽ കാണുന്നല്ലേ? യൂട്യൂബ് പിന്നെയും ഒരുമാതിരി കാണുന്നുണ്ട്. ഓടിച്ച് അതും ഇങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണൂല, ക്യാപ്സൂളായിട്ടാണ്. വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും വരുമ്പോ അത് നോക്കും. അതാണ് കൂടുതലും പ്രയോജനം. പിന്നെ ജനങ്ങളിൽ ശരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബ് ചാനലുകൾ ഒരുപാട് ഇറങ്ങിയിട്ടത് ഓൺലൈൻ ചാനൽ നല്ല എഫക്റ്റ് ആണ്. ഓൺലൈനില് ശരിക്കും എഫക്ട് ചെയ്യുന്നുണ്ട് ജനങ്ങളിൽ. എനിക്ക് തോന്നി വാർത്ത ടിവിയിൽ കാണുന്നതിലും കൂടുതൽ അതിലാണ് ഇപ്പൊ. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അവര് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയണില്ല, തെറ്റായിട്ട് പറയണം ഏത് ചാനലായാലും അല്ലേ? ബിസിനസ് അധികമില്ല. ഭൂരിപക്ഷം ആൾക്കാരും നിർഭയമായിട്ടാണ് എല്ലാം പറയുന്നത്. ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ 100 പരസ്യമാണല്ലോ, അവർക്ക് അതുകൊണ്ട് വരുമാനമുണ്ട് അല്ലേ? മറ്റുള്ള ചാനലുകളിൽ അത് കുറവാണ്. യാത്ര ചെയ്യുമ്പോഴും ജോലി സ്ഥലത്ത് സ്ക്രോൾ ചെയ്യുന്ന ഓൺലൈനാണ്. അതെ, യഥാർത്ഥ വിവരം അറിയാം. അതെ, തീർച്ചയായിട്ടും നമുക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ അപ്പൊ അറിയാം. ടി വി ആരും കാണുന്നില്ല. ഇപ്പൊ ടി വി ആരും കാണുന്നില്ല ശരിക്കും പറഞ്ഞു. ഇപ്പൊ വാർത്ത കാണാറില്ല. പഴയ ദൂരദർശന്റെ കാലഘട്ടങ്ങളിലേക്ക് കാണുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ഇതാണ്. അതെ, എന്തെങ്കിലും ഒരു പരിഹാരം കാണാന്നുണ്ടോ? രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും ഒരു പരിഹാരം, കൺക്ലൂഷൻ ഉണ്ടോ? ഓരോ പാർട്ടിക്കാരെ ഓരോരുത്തരെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നില്ല, അല്ലാണ്ട് വേറെ എന്താണോ? കൺക്ലൂഷനിലെ ജനത്തിന് പ്രയോജനം ഒന്നുമില്ല. ഇല്ല, പ്രയോജനങ്ങളൊന്നുമില്ല.
കുറെ നാള് പോലീസുകാരുടെ പുറയിലായിരുന്നു, പാവപ്പെട്ട ഒരാളെ തല്ലി, അത് എന്നാലും പരിഹാരം ഉണ്ടായിട്ടില്ല, സസ്പെൻഷൻ അല്ല ഡിസ്മിഷനാണ് വേണ്ടത്, അതൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിനകത്ത് യാതൊരു കാര്യവുമില്ല. അന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ കളിയല്ലേ, ആർക്കും എന്തും ചെയ്യാലോ. കാശുള്ളവന് കാശുള്ളവന് കൊള്ളാം. അതിപ്പോഴുള്ള ചാനൽ എന്ന് പറയുന്നത് കൂടുതലും പരസ്യത്തിന്റെ അഴിഞ്ഞാട്ടമാണ്. നമ്മ ഒരു 5 മിനിറ്റ് ഇരുന്ന് കാണാൻ പറ്റില്ല, അപ്പൊ തന്നെ ഉടനടി പരസ്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ടി വി വയ്ക്കുന്നത് രാത്രി 9:30 മുതൽ മാക്സിമം 10:30, 1 മണിക്കൂർ വയ്ക്കാറില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഈ പരസ്യം കൊണ്ടാണ് കൂടുതൽ. നമുക്കൊരു സ്ക്രീനിൽ തന്നെയാണ് പരസ്യം സ്ക്രോൾ ചെയ്ത് പോണത്. ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറഞ്ഞാല് ഇവര് ഓരോ ദിവസം ഓരോ ചാനലും ഓരോ വാർത്ത ഉണ്ടാകാൻ നോക്കിയിരിക്കുക. അത് ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് അവര് ആ സമയം അവരുടെ നഷ്ടപ്പെടുത്തി കളയുക. ഒരു പ്രയോജനമില്ല. നാളെ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇതിൽ വേറെ ന്യൂസ് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണം മാങ്കൂട്ടത്തിലെ കേസാണ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. ഇപ്പൊ മറ്റേ ഇപ്പൊ ഇവിടെ വൈപ്പിന്റെ ഒരു മത്സരത്തിന് നിന്നില്ലേ ഒരു ഷൈൻ ടീച്ചർ, ഇപ്പൊ ഷൈൻ ടീച്ചറായി. ഞാനിതാണ് പറയണത്. ഇപ്പൊ മാറി വരികയാണ്. അത് കഴിഞ്ഞു. അപ്പൊ മാങ്കൂട്ടത്തിലെ ഫിനിഷ്ഡ്, അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഷൈൻ ടീച്ചറാണ്. ഇങ്ങനെ നാറ്റിച്ചെടുക്കാം. ഇതാണ്. അല്ലാതെ ഇവർക്ക് യാതൊരു ചാനലുകാർക്ക് ഒരു ആത്മാർത്ഥ ഒരു കാര്യത്തിലും ഇല്ല. ബിസിനസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ക ബിസിനസ്സാണ് പല കാര്യങ്ങളും. ഞാൻ ഇടക്കിടക്ക് കാണും. ഞാൻ കുറച്ചു നേരം കാണും, ഒരു അരമണിക്കൂർ കാണും, ഒരു 4-5 ചാനൽ കാണും. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം ഇങ്ങനെ മത്സരിക്കുകയാണ്. വാർത്തകൾക്ക് വേണ്ടി മത്സരിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. സാറ്റലൈറ്റ് ചാനലാണോ? കൺക്ലൂഷൻ ഒന്നിലും ഇല്ല. എവിടെയെങ്കിലും കൺക്ലൂഷൻ ഉണ്ടോ? ഇല്ല, കാണില്ല. എവിടെയെങ്കിലും കൺക്ലൂഷൻ ഉണ്ടോ? അത് അവർ ഓരോരുത്തരിങ്ങനെ പറഞ്ഞിരുത്തിയൊക്കെയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞണം, നിങ്ങളിങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിരുത്തിയിട്ട് പ്ലാനിങ്ങിലാണ്. അങ്ങനെ പ്ലാനിങ് ചർച്ചകളെല്ലാം നടക്കുന്നത്. എനിക്ക് ഇതിനോട് ഇപ്പൊ കുറെ നാളുടെ വെറുപ്പാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരു താല്പര്യം തോന്നാറില്ല. പല ചാനലും കുറച്ചു നേരം കാണും. കാരണം അത് റീസെന്റ് ആയിട്ടുള്ള പല ഇഷ്യൂസും നമുക്ക് കാണാമല്ലോ. പലതും നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പഴയ ദൂരദർശന്റെ സ്റ്റാൻഡേർഡൊക്കെ അല്ല. ഇവർക്ക് കൂടുതൽ കവറേജ് അവിടെ കിട്ടും. കൂടുതൽ കവറേജ് അവിടെ നിന്നാണ് കിട്ടുന്നത്. അത് മാത്രം നോക്കിയിരിക്കണം. ഇപ്പൊ ബാങ്കൂട്ടത്തിൽ ഇപ്പൊ ഷൈൻ ടീച്ചറായി. ഷൈൻ ടീച്ചർ അടുത്ത നോക്കിയിരിക്കുകയാണ്. ആ ജനങ്ങൾ മടുക്കും. 2-3 ദിവസം കഴിയുമ്പോൾ ഇതിപ്പോ ഇന്നലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയല്ല ഈ ഷൈൻ ടീച്ചറെ കാണിക്കണേ, വേറൊന്നും ഇല്ലേ. അപ്പൊ ഒരു അന്വേഷിച്ച് കിടക്കുകയാണ്. ഇപ്പൊ അതാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ അതൊക്കെ വിടണം. ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് വാർത്തകൾ വന്ന ചാനലുകൾ ജനങ്ങളിൽ നിന്ന് തന്നെ കളയണം. പോസിറ്റീവായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ബാങ്കൂട്ടത്തിൽ അവരൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. എന്റർടൈൻമെന്റ് ചാനല് ജനത്തിന് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? ബിഗ് ബോസ് മാതിരിയുള്ള കാര്യങ്ങൾ ചാനലുണ്ട്. പിന്നെ നമ്മുടെ കോമഡി ഷോസ് ഉണ്ടല്ലോ. ഇവിടെ ഈ കാര്യങ്ങൾ നമ്മളൊരു 12 മണിക്കൂർ അധ്വാനം കഴിഞ്ഞ് വന്നിട്ട് ആ കോമഡി ചാനലൊന്ന് കണ്ടു കഴിഞ്ഞാൽ റിലാക്സ് ആയി. എല്ലാം പോയി. പിന്നെ നല്ല നല്ല ചർച്ചകൾ വേറെ ഉണ്ട്. പക്ഷെ ജനങ്ങൾ ഈ നല്ല നല്ല കാര്യങ്ങൾ കാണിക്കുന്നതിന് പകരം ഈ നെഗറ്റീവ് വാർത്തകൾ അടിച്ച് കേട്ടുകയാണ് എല്ലാ വാർത്തകളും. പിന്നെ കൊലപാതകങ്ങൾ ഇത് മുഴുവൻ കേറ്റിങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ജനറേഷൻ മുഴുവൻ കണ്ടുവരുമ്പോ അവിടെ കൊന്നു, ഇവിടെ അമ്മയ്ക്ക് തലക്കടിച്ച് അപ്പനെ ചുറ്റിയൊക്കെ അടിച്ച് അത് കണ്ടു വളരെയാണ് ഇവര്. അത് കണ്ടാണ് വളരണത്. അപ്പൊ അത് എല്ലാ ചാനലും അതിൽ മത്സരിക്കണ കാര്യത്തിൽ ആ വാർത്തകൾ ഞങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത്. സാറ്റലൈറ്റ് ചാനൽ, ഓൺലൈൻ ചാനൽ, ഇപ്പൊ കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഓൺലൈൻ ചാനലാണ്, ശരിയാണോ? ഓൺലൈൻ ഉണ്ട്. ഈ യൂട്യൂബ് പോലുള്ള കാര്യങ്ങൾ, അതേപോലെ അങ്ങനത്തെ ചാനലുകൾ. സാറ്റലൈറ്റ് ചാനൽ എല്ലാവരും വിടുകയാണല്ലേ, പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ. പുറം രാജ്യങ്ങളിൽ കൂടുതൽ ഓൺലൈൻ ചാനലാണ്. ഇവിടെ അങ്ങനെ അവര് വിടുകയാണ്. അവര് വേണ്ടാന്നായി. കാരണം ഇതെല്ലാം അവസാനം കച്ചവടത്തിലേക്ക്, പക്ക കച്ചവടം. ഇതൊക്കെ ഒറ്റ ഒരു സ്ട്രക്ചറിൽ നിൽക്കുന്നതാണ് കുറെ ചാനലുകൾ. അതാ പറയാം, സാറ്റലൈറ്റ് ചാനല് മുൻനിര സാറ്റലൈറ്റ് ചാനലിനേക്കാളും ഇപ്പൊ ഓൺലൈൻ ചാനലാണ് ജനങ്ങൾ കൂടുതൽ കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടെ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രെൻഡിലേക്കല്ലേ ജനം പോകുന്നത്? അതെ, അങ്ങനെ പോകുന്നുണ്ട്. അതിപ്രസരമാണ്. എല്ലാ ചാനലുകളും മത്സരിച്ച് എന്താ വെച്ചാൽ ശരി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക ജനങ്ങളാണ്. എന്റെ മകനോട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ജോലി കിട്ടും, ഇവിടെ ഈ ജോലിയിൽ തുടർന്നുകൊണ്ട് പോകാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ഇവിടെ എന്താണ്, ഇവിടെ മുഴുവനും ഇങ്ങനെയുള്ള നെഗറ്റീവ് ലോകമാണ്. ഇവിടെ പോസിറ്റീവായിട്ട് യൂത്തിന് വേണ്ടി ഒന്നുമില്ല. അതുകൊണ്ട് യൂത്തൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ, വിദേശങ്ങളിലാണ്. എല്ലാ 30 വയസ്സിന് താഴെയുള്ള എല്ലാ യൂത്തും പോയി. എന്തുകൊണ്ടാണ് പോയി? തമിഴ്നാടൊക്കെ കണ്ട യൂത്തിനെ പിടിച്ചെടുക്കേണ്ടി. ഇവിടെയുള്ള നേരത്തെ ഒരു 50 വർഷം മുമ്പ് ഇവിടെ ഇറങ്ങി ഇവിടെ കൂലിപ്പണിക്ക് കിടന്നത് തമിഴ് ആ യൂത്തിനെ മുഴുവൻ ഇപ്പൊ തിരിച്ച് അവർ അങ്ങോട്ട് കൊണ്ടുപോയി. അവർക്കവിടെ ജോലി കൊടുക്കാം, അവർക്കവിടെ തൊഴിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞ് അവർ പുതിയ ഇൻഡസ്ട്രി അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ ആന്ധ്രയില് പുതിയ മറ്റേ ഇവര് നമ്മള്
അഥവാ 2020 ആ സാറുണ്ടല്ലോ അവർ കൊണ്ടുപോയില്ല അവർ പേര് എനിക്ക് മനസ്സിലേക്ക് വരുന്നത് ഇപ്പൊ വരും ഞാൻ വരും അവർ കൊണ്ടുപോയി എന്നിട്ട് അവര് പുതിയ ചാനലുകൾ അവര് ആ പുതിയ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവിടെ ഈ ചർച്ച ചെയ്ത് ജനങ്ങളെ വെള്ളത്തിൽ ചാടിക്കാണ് ഇവര്. ഉള്ള ജോലിയും പോവുകയാണ്. കാരണം ഇവര് നാളെ കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാം നെഗറ്റീവ് സബ്ജക്റ്റുകളിലും ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല. നാളെ നമുക്ക് പണി കിട്ടുമോ? ഇല്ല. നാളെ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. എല്ലാം പിൻവാതില് നിയമനം, ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റ് ആണ് എല്ലാം. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ജനറേഷൻ എല്ലാം വിദേശത്തേക്ക് പോവുകയാണ്. മടുത്തു കഴിഞ്ഞ് ഒരു താല്പര്യമില്ല ജനത്തിനോട്. അങ്ങനെ ആകുകയാണ്. പിന്നെ എങ്ങനെയോ ജീവിച്ച് കാലഘട്ടം അവസാനിപ്പിക്കണ്ടേ, ലൈഫ് സ്പാൻ പൂർത്തിയാക്കണ്ടേ, അതിനു വേണ്ടിയുള്ള സ്ട്രഗ്ലിംഗ് മാത്രമേ ഇപ്പോൾ നടക്കണം. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഈ രാഷ്ട്രീയക്കാരുടെ കൂടെയാണ് ചാനലുകാർ നിൽക്കുന്നത്. അവർക്ക് കവറേജ് മതി. ജനം നന്നാവണമെന്ന് അവർക്ക് താല്പര്യമില്ല. ഞാനല്ലേ ഇല്ല കാണുന്നില്ല. വേറെ എന്താ കാണുന്നത്? നമ്മള് സത്യസന്ധമായിട്ട് പറഞ്ഞില്ല, യങ് ജനറേഷൻ ആണ്, സോഷ്യൽ മീഡിയ അതാണ് കൂടുതൽ കാണുന്നത്. ഈ പറഞ്ഞ ന്യൂസോ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ ന്യൂസിനകത്ത് ഒന്നും നമ്മൾ കാണുന്നില്ല. ഇല്ല, രാഷ്ട്രീയം ഇല്ല, കുറവാണ്. എല്ലാം ബഹിഷ്കരിച്ചേക്കുവാണ്. കൂടുതൽ കാണുന്നത് എന്താണ്? ഈ സ്റ്റൈല് അങ്ങനത്തെ. അപ്പൊ മലയാള ചാനലിലെ ബഹിഷ്കരിച്ചു. സത്യസന്ധമായ ന്യൂസ് ഉണ്ടോ മോനെ? ഉള്ള ചിന്തിച്ച് പറഞ്ഞാൽ മതി. ഉണ്ടോ സത്യസന്ധമായ ന്യൂസ്? ഉണ്ടോ? അതിനൊരു പരിഹാരമുണ്ടോ? ഏഷ്യനെറ്റ് ന്യൂസ് വരാറുണ്ട്, അപ്പൊ ഇതെല്ലാം കാണും. പിന്നെ പിള്ളേരുടെ ഇത് കാണും. കുറ്റം പറയണ്ട. അതിന്റെ പരിഹാരമുണ്ടോ ഇല്ല എന്നുള്ളത്. പഴയ കാലഘട്ടങ്ങളിൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. പോലീസ്, നിയമം, മാധ്യമം എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ സർവേയുടെ ഫലമാണ് ഈ പറയുന്നത്. കൂടുതലും ബിസിനസ്സാണ്. അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? സത്യസന്ധമായ ഉത്തരം പറയാം. ഇപ്പൊ ഫുൾ ഫോണിലായിന്നുള്ളൂ, വേറെ ഒന്നുമില്ല പറയാ.